ഫസ്റ്റ് ഓൺ 24 ഭരണമാറ്റത്തിന് ശേഷവും PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന്റെ കത്ത് ഉപസമിതി റിപ്പോർട്ട് വരുന്നതുവരെ ധാരണാപത്രം മരവിപ്പിക്കണമെന്ന് അറിയിച്ച ശേഷവും മറുപടി ഇല്ലാത്തത് ചൂണ്ടിക്കാട്ടിയായിരുന്നു കത്ത്. മെയ് 8-നാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്ര സർക്കാർ കത്തയച്ചത്. ആർ ശ്രീത്ത് തിരുവനന്തപുരത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, അപ്പോൾ കേന്ദ്രം വിടാതെ തന്നെയുണ്ട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണിത്. ഭരണമാറ്റത്തിന് ശേഷവും ഇത്തരത്തിൽ ഈ കത്ത് അയച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്താണ് ആ കത്തിൽ പറയുന്ന കൂടുതൽ കാര്യങ്ങൾ? പ്രജിൻ, ഭരണമാറ്റത്തിന് ശേഷവും PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിഷ്കർഷയോടെ ഇടപെടുമ്പോൾ ആ കത്തിന് വഴങ്ങിയാണോ UDF സർക്കാർ നേരത്തെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ PM ശ്രീ പദ്ധതിയെ നഖശികാന്തം എതിർത്തിരുന്ന UDF സർക്കാർ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനമായി മുന്നോട്ട് പോകുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. 2025 നവംബർ 12-നാണ് പദ്ധതി LDF-നകത്ത് വിവാദമായപ്പോൾ പദ്ധതി മരവിപ്പിക്കണമെന്നും ഇതേപ്പറ്റി പരിശോധിക്കാൻ ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണെന്നും ആ പദ്ധതിയുടെ റിപ്പോർട്ട് വരുന്നവരെ ഇത് ക്യാപ്റ്റൻ അബയൻസ് എന്ന പൊസിഷനിൽ വെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയത്. ഈ കത്തിന് ശേഷവും തുടർ നടപടികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിലെ സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സെക്രട്ടറി സഞ്ജയ് കുമാർ IAS സർക്കാരിന് കത്തയച്ചിരിക്കുന്നത്. മെയ് 8-നാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകിന് കത്ത് അയച്ചിരിക്കുന്നത്. ഈ കത്തിൽ പറയുന്നത് നേരത്തെ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചതനുസരിച്ച് ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കുമെന്നും മറ്റും പറഞ്ഞിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് പദ്ധതി നീണ്ടുപോവുകയാണ്. 2022 തുടങ്ങിയ പദ്ധതിയുടെ കാലാവധി 5 കൊല്ലമാണ്. അത് അവസാനിക്കാൻ പോകുന്നു. ഈ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ അനുകൂലമായ നിലപാട് അറിയിക്കാത്തതുകൊണ്ട് സ്കൂളുകളിലെ സിലക്ഷൻ മറ്റും വൈകുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്ത് അറിയിച്ച് ഈ PM ശ്രീ പദ്ധതിയുടെ ഗുണങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കാൻ ഇടപെടണം എന്നാണ് ഈ കത്തിൽ പറയുന്നത്. അതായത് സംസ്ഥാനത്തെ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നത് മെയ് 4-നാണ്. മെയ് 8-നാണ് ഈ കത്ത് ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്ര സർക്കാർ അയക്കുന്നത്. അപ്പോൾ ഭരണമാറ്റം വന്ന ശേഷവും ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള ശക്തമായ ഇടപെടലുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു. അങ്ങനെ കേന്ദ്രത്തിൽ നിന്നുണ്ടായ ഒരു സമ്മർദ്ദത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ആ പദ്ധതിയിൽ തുടരാൻ തങ്ങൾ നിർബന്ധിതരാണ് നിലപാട് ഉയർത്തിക്കൊണ്ട് UDF സർക്കാർ മുന്നോട്ട് പോകുന്ന ചോദ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. എന്തായാലും കത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ 24 പുറത്തുവിട്ടിരിക്കുന്നത്. ആ പകർപ്പ് കാണുന്നുണ്ട്. ശ്രീത്ത്, അതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ ഈ റിസൾട്ട് വന്ന് 4 ദിവസത്തിനകം ഈ കത്ത് അയച്ചു എന്ന് പറയുമ്പോൾ അതൊരു സാങ്കേതികത്വത്തിന്റെ ഭാഗമായിട്ട് കൂടി അങ്ങനെ ആ രീതിയിൽ കരുതേണ്ടതുണ്ടോ? കാരണം ഭരണമാറ്റം സംഭവിക്കുന്നത് ആ സമയത്ത് തന്നെയാണെങ്കിൽ കൂടി തന്നെ ക്യാപ്റ്റൻ അബയൻസ് എന്ന് പറഞ്ഞ ശേഷം പിന്നീട് വിവരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു സാങ്കേതിക രീതി എന്ന രീതിയിൽ അയച്ച കത്ത് കൂടി ആയിക്കൂടെ? അങ്ങനെ കാണാൻ പറ്റുമോ? പ്രജിൻ, അങ്ങനെ സാങ്കേതികത്വം, അതായത് സർക്കാരുകൾ, അതായത് രാഷ്ട്രീയ നേതൃത്വം മാറി മാറി വരുമെങ്കിലും സർക്കാർ തുടർച്ചയാണ് എന്നതാണ് ഈ ഭരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പം. അപ്പോൾ ഒരു സംസ്ഥാന സർക്കാർ ധാരണാപത്രത്തിൽ ഒപ്പിട്ടെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ആ ഭരണ നേതൃത്വം മാറുന്നുവെങ്കിൽ പോലും ആ സർക്കാർ എന്നുള്ള സംവിധാനത്തിൽ അതിൻ്റെ തുടർച്ചയായി തന്നെ നിലനിൽക്കുകയാണ്. അങ്ങനെ ആ സാങ്കേതിക അർത്ഥത്തിലാണ് കത്തയച്ചത് എന്ന് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. എന്നാൽ രണ്ട് രാഷ്ട്രീയ ഈ PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ UDF-ഉം ശക്തമായ എതിർപ്പായിരുന്നു. LDF മുന്നണിക്കകത്ത് പ്രശ്നമായപ്പോൾ ഈ PM ശ്രീ പദ്ധതിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് വന്നു. അത് മരവിപ്പിച്ച് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തിരുന്ന UDF ഭരണത്തിലെത്തിയപ്പോൾ ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുകൂലമായ തീരുമാനത്തിലേക്ക് പോയോ എന്നതാണ് ചോദ്യം. അതാണ് ഇപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ വിവാദമായി തന്നെ വളരുന്നത്. അല്പം മുമ്പ് നിഖിൽ പ്രമേഷൊക്കെ റിപ്പോർട്ട് ചെയ്ത പോലെ യൂത്ത് ലീഗിനകത്തും മറ്റും പ്രമേയം പാസ്സാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നേരത്തെ PM ശ്രീ പദ്ധതി അറബിക്കടലിലാണെന്ന് പറഞ്ഞിരുന്ന KM ഷാജിയെപ്പോലുള്ള ആളുകൾ ഇപ്പോൾ ഭരണത്തിലെത്തിയപ്പോൾ അതൊക്കെ തെരുവിൽ പലതും പ്രസംഗിക്കുമെന്ന മട്ടിലേക്ക് കാര്യങ്ങളെ മാറ്റിയിരിക്കുന്നു. എന്നാൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ തുടർച്ചയെന്ന സാങ്കേതിക അർത്ഥത്തിലാണെങ്കിൽ പോലും ഈ കത്തയക്കുമ്പോൾ ആ കത്തിന്മേൽ അനുകൂലമായ തീരുമാനമെടുത്തോ, ആ കത്തൊരു സമ്മർദ്ദമായി കണ്ട് സർക്കാർ തീരുമാനമെടുത്തോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായി ഉയരുന്നത്. വ്യക്തമാണ്. ആർ ശ്രീത്താണ് വിശദാംശങ്ങൾ നൽകിയത്. എന്നാലും കേന്ദ്ര സർക്കാർ ഏറ്റവും ഒടുവിൽ അയച്ച ആ കത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ 24-യുടെ പ്രേക്ഷകർ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.